അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇഷ്ക് റസൂൽ ഫാമിലി എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരുപാട് ആളുകൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ട് കമൻറ്റ് ചെയ്യാറുണ്ട്. നമുക്കൊക്കെ നമ്മുടെ കാര്യങ്ങൾ അറിയാമല്ലേ? അപ്പോൾ നമ്മുടെ കാര്യങ്ങൾ എന്താണെങ്കിലും ആ കാര്യത്തെ നല്ല രീതിയിൽ നിയ്യത്ത് വെച്ചിട്ട് ഈ ഒരു ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഈ ഒരു അമല് ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ഈ ഒരു അമലിൻ്റെ മഹത്വം മനസ്സിലാക്കിക്കൊണ്ട് ചെയ്യുകയാണെങ്കിൽ, കാരണം അത്രയും ഭംഗിയുള്ള അത്രയും സുന്ദരമായിട്ടുള്ള ഒരു അമലാണിത്. ഈ ഒരു അമല് നിങ്ങൾ ചെയ്യുന്നതിലൂടെ തന്നെ നിങ്ങളുടെ കാര്യം എന്താണെങ്കിലും അത് റബ്ബ് കേട്ടിരിക്കും. അത്രയും എഫക്റ്റീവായിട്ടുള്ള ശക്തമായിട്ടുള്ള ആ ഒരു അമലിനെ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് ഇന്ന് ഞാൻ പറഞ്ഞു തരാം. ഇൻഷാ അല്ലാഹ് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഞാൻ ഇത്തരത്തിൽ പുതുതായി ഇടുന്ന വീഡിയോസ്, പ്രത്യേക തരത്തിലുള്ള അറിവുകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ലൈക്ക് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ലൈക്ക് ചെയ്ത് വെക്കുക, കാരണം ഒരുപാട് ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ എത്താൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾക്കറിയുന്ന ആളുകളിലേക്ക് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യാം. ഇൻഷാ അല്ലാഹ് ഇനി നമുക്ക് മഹത്തായിട്ടുള്ള അമലിലേക്കൊന്ന് കടക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, വർഷങ്ങളായിട്ട് നമ്മൾ ഒരുപാട് ആളുകൾ കണ്ടിട്ടില്ലേ, പലതരത്തിലുള്ള ബിസിനസ് ചെയ്യുന്ന ആളുകൾ. ചില ആളുകൾ ഒരൊറ്റ ബിസിനസ് തന്നെ ക്ലിക്കായി അവർ വലിയ പ്രമാണിമാരായിട്ട് മാറാറുണ്ട് നാട്ടിൽ. മറ്റ് ചിലരെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരിടത്തും കടം വാങ്ങി തൻ്റെ കയ്യിലുള്ള പണം മുഴുവനും സ്വരുക്കൂട്ടി ഒരു കച്ചവടം തുടങ്ങുകയും അത് അപ്പാടെ പൊട്ടിപ്പോവുകയും ചെയ്യും. ഇത്തരത്തിൽ അപ്പാടെ പൊട്ടിപ്പോകുന്ന ഈ ഓരോ കച്ചവടങ്ങളും പിന്നെയും കടം വാങ്ങാനും അതേപോലെ തന്നെ ദുരിതത്തിലേക്കും ആയിരിക്കും അവരുടെ ജീവിതം നയിക്കുക. ഇത്തരത്തിൽ 1, 2, 3, 4, 5 ഒക്കെ തവണ കച്ചവടത്തിനിറങ്ങി ബിസിനസ് ചെയ്യാനൊരുങ്ങി അതൊക്കെ തോൽവിയിൽ ചെന്ന് അവസാനിപ്പിക്കുന്ന ഒരുപാട് ചെറുപ്പക്കാരെ, ഒരുപാട് സഹോദരികളെ ഇന്ന് നമുക്കിടയിൽ സുപരിചിതമായിട്ട് കാണാറുണ്ട് അല്ലേ? അപ്പോൾ അവരോടൊക്കെ പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യം നല്ല ഹൈറായിട്ടുള്ള സമ്പത്ത് ഉണ്ടാക്കണം, അതേപോലെ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തണം എന്നുള്ളതായിരിക്കും അല്ലേ? ഇത് ഒരു ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ളത് മാത്രമല്ല കേട്ടോ, ജോലിയിൽ ബർക്കത്തില്ലാത്തവർക്കും അതേപോലെ തന്നെ കടം കൊണ്ട് പെരുകിയിരിക്കുന്ന ആളുകൾക്കും അതോടൊപ്പം തന്നെ ഈ രോഗങ്ങളൊക്കെ കൊണ്ട് ബുദ്ധിമുട്ടിരിക്കുന്ന ആളുകൾക്കില്ലേ, അവർക്കൊക്കെ ഈ ഒരു അമലിനെ ചെയ്ത് നോക്കാവുന്നതാണ്. ഫലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു അമല് ചെയ്യുമ്പോഴുള്ളൂ നമുക്കിതിൻ്റെ ആ ഒരു മഹത്വം മനസ്സിലാക്കി ചെയ്യുമ്പോഴുള്ളൂ ഇതിൻ്റെ ആ ഒരു ഫലം നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കുക. അപ്പോൾ ഇത്തരത്തിൽ തോൽവിയിൽ കൂടെ കടന്നു പോകുന്ന ഓരോ വ്യക്തിയും അവരുടെ ജീവിതം തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ട്, തൻ്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ട്, നല്ലൊരു ജീവിതം നയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു അമലിനെ ചെയ്തു നോക്കാം. ഒരിക്കലും നിങ്ങൾ തളരാതിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല കൂടെയുണ്ട്. കാരണം ഒരു വ്യക്തിക്ക് പടച്ച തമ്പുരാൻ ഒരു നിശ്ചയ കണക്കിനേ ഉള്ളൂ തോൽവിയും പരാജയവും സുഖമില്ലായ്കയും പ്രയാസങ്ങളും ഒക്കെ നൽകുകയുള്ളൂ. ഇന്നല്ലെങ്കിൽ നാളെ ഇതിനൊക്കെ ഒരു വിജയം നമുക്ക് റബ്ബ് നൽകും. ഓരോ പ്രശ്നങ്ങൾ വരുമ്പോഴും പ്രയാസങ്ങൾ വരുമ്പോഴും നമ്മൾ ക്ഷമിക്കുക. ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ റബ്ബ് നേരെയാക്കി തരും. കാരണം അത്രയ്ക്ക് വലിയ തെറ്റൊന്നും നമ്മൾ ചെയ്തിട്ടില്ലല്ലോ അല്ലേ? പടച്ചോൻ പൊറുക്കാനാകാത്ത തെറ്റുകളൊന്നും. ഇനിയിപ്പോൾ അങ്ങനെ ചെയ്തു പോയിട്ടുള്ളൊരു വ്യക്തിയാണെങ്കിൽ കൂടെ പറയുക, പടച്ചോനല്ലേ വലുത്, നമ്മളെ പടച്ച് ഈ ഭൂമിയിലേക്ക് വിട്ടിട്ടുള്ള പടച്ചോൻ്റെ മുമ്പിലിരുന്ന് ആത്മാർത്ഥമായിട്ട് കരയുക, എൻ്റെ പാപങ്ങളെ പുറത്ത് തരണം റബ്ബേ, ഒരുപാട് ഇടങ്ങേറാകുന്നുണ്ട്, ഞാൻ ഒരുപാട് തെറ്റ് ചെയ്തു പോയിട്ടുണ്ട്, അറിഞ്ഞും അറിയാതെയും ചെറുതും വലുതും രഹസ്യമായിട്ടും പരസ്യമായിട്ടും. എൻ്റെ ഈ കണ്ണുകൊണ്ട് കാണാൻ പാടില്ലാത്തത് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഈ ചെവി കൊണ്ട് ഞാൻ കേൾക്കാൻ പാടില്ലാത്തത് കേട്ടിട്ടുണ്ട്, എൻ്റെ ഈ നാവ് കൊണ്ട് ഞാൻ പറയാൻ പാടില്ലാത്ത വാക്കുകൾ ഉച്ചരിച്ചിട്ടുണ്ട്. ഇത്തരത്തിൽ റബ്ബിനോട് ആത്മാർത്ഥമായിട്ടിരുന്ന് ഖേദിച്ച് മടങ്ങിയതിന് ശേഷം ഇസ്തിഗ്ഫാർ ചൊല്ലി മടങ്ങിയതിന് ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു അമലിലേക്ക് പ്രവേശിക്കാൻ പറ്റുള്ളൂ. കാരണം ഈ ഒരു മഹത്തായ അമലിന് അത്രത്തോളം വലിയ പ്രത്യേകതയുണ്ട്. ഇത്തരത്തിൽ നമ്മൾ ഈ ഒരു അമലിലേക്ക് കടക്കുകയും ഈ ഒരു അമലിനെ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് റബ്ബ് സുബ്ഹാനഹു തആല നിങ്ങൾക്ക് ഇതിൻ്റെ ഉത്തരം എളുപ്പമാക്കി തരും.
അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വുളു എടുത്ത് വരിക. നല്ല രീതിയിൽ വുളു എടുത്തിട്ട് നമ്മൾ ഒരു നല്ല വസ്ത്രം ധരിച്ച് ആ മുസല്ലയിൽ വന്നിരിക്കുക. എന്നിട്ട് നമ്മൾ 2 റക്അത്ത് ളുഹ നിസ്കരിക്കുക. ളുഹ നിസ്കരിക്കേണ്ട ടൈമുകളാണല്ലോ അല്ലേ ഇത്. അപ്പോൾ ളുഹ നിസ്കരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യാമെന്നറിയോ, ഇതേപോലെ നമ്മൾ ചെയ്ത തെറ്റുകളുണ്ടല്ലോ അത് റബ്ബിൻ്റെ അടുത്തിരുന്ന് ഏറ്റു പറഞ്ഞ് റബ്ബെ പുറത്ത് തരണേ എന്ന് പറഞ്ഞ് പടച്ചോൻ്റെ ആ ഒരു തിരുമുമ്പിലിരുന്ന് കണ്ണീര് പൊഴിക്കുക. മനസ്സറിഞ്ഞ് തന്നെ പടച്ചോനോട് തൗബ ചെയ്യുക. ഇത്തരത്തിൽ തൗബ ചെയ്തതിന് ശേഷം ളുഹ നിസ്കരിച്ചിട്ട് വേണേ ഈ ഒരു കാര്യം ചെയ്യാൻ. അതായത് നമ്മൾ സൂര്യൻ ഉദിച്ചത് മുതൽ നമ്മൾ ളുഹർ ബാങ്ക് കൊടുക്കൂലേ അതിൻ്റെ തൊട്ട് മുമ്പ് വരെയാണ് ഇതിൻ്റെ ഒരു സമയത്തല്ലേ. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊക്കെ മനസ്സിലാക്കി വെക്കുക. എന്നിട്ട് ഇസ്തിഗ്ഫാർ ചെയ്ത് ഇത്തരത്തിൽ തൗബ ചെയ്ത് ഖേദിച്ച് മടങ്ങിയതിന് ശേഷം അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ഓരോ ഇസ്മിനും ഓരോ പ്രത്യേകതകളുണ്ടല്ലേ. അതിലെ തന്നെ ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു ഇസ്മാണ് യാ സമീഉ യാ അള്ളാ എന്നുള്ളത്. യാ സമീഉ യാ അള്ളാ എന്നുള്ളത്. യാ സമീഉ യാ അള്ളാ ഇതിനെ നമ്മൾ 500 തവണയാണ് ചൊല്ലേണ്ടത്. യാ സമീഉ യാ അള്ളാ എന്നുള്ളതിനെ 500 തവണ നമ്മൾ എണ്ണം തെറ്റാതെ മനസ്സറിഞ്ഞ്, കാരണം ഇന്ന് വെള്ളിയാഴ്ച രാവാണ്. ഇന്നത്തെ ദിവസം എന്താണെങ്കിലും ഈ ഒരു അമലിനെ നിങ്ങൾ ചെയ്ത് നോക്കുക. ഇനി നിങ്ങൾക്ക് ഇന്ന് ഇത് പറ്റുന്നില്ല എന്നാണെങ്കിൽ, ഇന്ന് ടൈമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നാളെ ചെയ്തോളിയും. വെള്ളിയാഴ്ച എന്തായാലും കുറച്ച് ദിവസം നിങ്ങളിത് മുടങ്ങാതെ ചെയ്യുക. വ്യാഴാഴ്ചയും വെള്ളിയാഴ്ചയും നിർബന്ധമായിട്ടും ഈ ഒരു അമലിനെ ചെയ്തു നോക്കാം. കാരണം ഈ ഒരു അമലിൻ്റെ പ്രത്യേകത ഇത് ഒന്നാമത് അസ്മാഉൽ ഹുസ്നയാണ്. പടച്ചോനെ വിളിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു അമല് ചെയ്യുന്നത്. രണ്ടാമത്തേത് ളുഹാ സമയമാണ്. പ്രാർത്ഥനയ്ക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ള സമയം, റബ്ബിനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉത്തരം കിട്ടാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയവും അനുയോജ്യമായിട്ടുള്ള നിസ്കാരവും. അതിനുശേഷം അതിലും വലുതായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വെള്ളിയാഴ്ച രാവാണ്. പ്രാർത്ഥനയ്ക്ക് ഇജാബത്ത് ഉറപ്പുള്ള സമയമാണ്. അപ്പോൾ ആരും തന്നെ നഷ്ടപ്പെടുത്തി കളയാതിരിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്കെല്ലാവർക്കും ഈ ഒരു അമല് ചെയ്യാനും ഇതിൻ്റെ ഫലം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനും സാധിപ്പിക്കട്ടെ. അതിന് റബ്ബ് അനുഗ്രഹിക്കട്ടെ. നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ ഒരു കാര്യം കൊണ്ട് പ്രയാസം അനുഭവിക്കുന്നവരാണല്ലേ. അപ്പോൾ നമ്മുടെ പ്രയാസങ്ങൾ എന്താണെങ്കിലും അത് റബ്ബിനോട് പറയുക ആത്മാർത്ഥമായിട്ട് തന്നെ. എന്നിട്ട് നിങ്ങൾ ഈ ഒരു അമലിനെ മനസ്സറിഞ്ഞ് ചെയ്യുക. കുറച്ച് ദിവസം എന്താണെങ്കിലും ഇത് മുടങ്ങാതെ ചെയ്യണേ. ഇത്തരത്തിൽ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഫലം തീർച്ചയായിട്ടും നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ റബ്ബ് സുബ്ഹാനഹു തആല കാണിച്ചു തരും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നല്ലൊരു വിഷയമായിട്ട് ഇനി വീണ്ടും വരാം. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാം. ഇൻഷാ അല്ലാഹ് പുതുതായിട്ട് ഒരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരേണ്ട നിങ്ങളുടെ ഫ്രണ്ട്സ് ഫാമിലീസിന് ഈ ഒരു വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.